SIR നീട്ടിവെക്കണമെന്ന് കേരളത്തിന്റെ ആവശ്യം കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു നമ്മൾ. പക്ഷേ അത് ബോധ്യപ്പെട്ടില്ല. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ അഭ്യർത്ഥന തള്ളിയിരിക്കുന്നു എന്നാണ് സൂചന. കേരളം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ ആദ്യം SIR നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം വേഗത്തിലാക്കാൻ ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗത്തിൽ ധാരണയായി എന്നുള്ള വിവരമാണ് വരുന്നത്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിലെ SIR തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നീട്ടിവെക്കണമെന്ന് കോൺഗ്രസും CPM-ഉം ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം BJP മാത്രമാണ് ഇതിനെ എതിർത്തത്. അപ്പോൾ ഈ വിഷയത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ ഇപ്പോൾ ഉടൻ നടപ്പാക്കരുത് എന്നുള്ള ആവശ്യം തള്ളുകയാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അതിൽ കേരളത്തിന്റെ ആവശ്യം തള്ളിയോ? നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ തീവ്ര വോട്ടർ പരിഷ്കരണം സാധ്യമല്ല, അത് പ്രാക്ടിക്കൽ അല്ല എന്നതായിരുന്നു, പ്രായോഗികമല്ല എന്നതായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അഭിപ്രായം. അത് കേന്ദ്രത്തെ നമ്മൾ അറിയിച്ചു. പക്ഷേ കേന്ദ്രം അത് തള്ളിയോ? നമ്മുടെ കേരളത്തിന്റെ ആവശ്യം അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണമെന്ന തീരുമാനം ദില്ലിയിൽ 2 ദിവസമായി തുടരുകയാണ്. ഉന്നതതല യോഗം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച യോഗമാണ്. സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ പങ്കെടുക്കുന്ന യോഗത്തിലെ ആദ്യ ദിവസത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് ധാരണയായി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നു എന്ന സൂചന പുറത്തു വരുന്നു. പ്രത്യേകിച്ച് കേരളത്തിന് മാത്രമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇളവുണ്ടാകുമോ എന്ന് യോഗത്തിന്റെ അവസാന ദിവസമായി ഇന്ന് മാത്രമേ വ്യക്തമാകൂ. പക്ഷേ 5 സംസ്ഥാനങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതിനാൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തണം എന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിന്റെ നടപടിക്രമങ്ങൾ നവംബർ ആദ്യവാരം ആരംഭിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നു. 2-3 ദിവസത്തിനുള്ളിൽ തന്നെ സമയക്രമം പ്രഖ്യാപിക്കും എന്നതിൽ കൂടി ധാരണയായിരിക്കുകയാണ്. ഏതായാലും അരുൺകുമാർ, കേരളത്തിന്റെ ആവശ്യം നിലനിൽക്കെയാണ് 5 സംസ്ഥാനങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം ആദ്യഘട്ടത്തിൽ നടപ്പാക്കണമെന്ന തീരുമാനം ഉന്നതതല യോഗം എടുത്തിരിക്കുന്നത്. ഏതായാലും കേരളത്തിന്റെ ഇളവുണ്ടോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നത്തെ ചർച്ചകളിലാകും ഉണ്ടാവുക.